ഇടുക്കി നിയോജക മണ്ഡലത്തിലും പ്രചാരണ പരിപാടികൾ ചൂടുപിടിച്ചു വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബിജു വൈശൻപറമ്പിൽ. മണ്ഡലം പിടിച്ചെടുക്കുവാൻ ജീവൻ മരണ പോരാട്ടവുമായി UDF-ഉം മാറാത്തത് മാറ്റുമെന്ന സന്ദേശവുമായി NDA-യും കുത്തക മണ്ഡലത്തിൽ കാലുറപ്പിച്ചു നിൽക്കുവാൻ ലക്ഷ്യം വെച്ച് LDF-ഉം രംഗത്തിറങ്ങിയതോടെ ഉടുമ്പൻചോലയിൽ തെരഞ്ഞെടുപ്പ് ചൂട് മൂർധന്യാവസ്ഥയിലെത്തി. LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രന്റെ സ്വീകരണ പര്യടന പരിപാടികൾക്ക് ഇന്ന് രാജകുമാരിയിൽ തുടക്കം കുറിച്ചു. NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ രാജാക്കാട് പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തിയപ്പോൾ UDF സ്ഥാനാർത്ഥി സേനാപതി വേണു നെടുങ്കണ്ടം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ പ്രചരണം. സ്വീകരണ പര്യടന പരിപാടികൾ ആരംഭിച്ചതോടുകൂടി പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മണ്ഡലം മാറിക്കഴിഞ്ഞു. മൂന്ന് മുന്നണികളും അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രന്റെ നിയോജക മണ്ഡലം സ്വീകരണ പ്രചരണ ജാഥയ്ക്ക് രാജകുമാരി പുതകലിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. രാജകുമാരി രാജക്കാട് പഞ്ചായത്തുകളിലായാണ് സ്ഥാനാർത്ഥി ഇന്ന് പര്യടനം നടത്തിയത്. ആരതി ഒഴിഞ്ഞ് വിജയതിലകം ചാർത്തിക്കൊണ്ടാണ് തോട്ടം തൊഴിലാളികളും കർഷകരുമടക്കം നൂറുകണക്കിന് ആളുകൾ പുതകലിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. 30 സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ട് ജാഥ രാജാക്കാട്ടിൽ സമാപിച്ചു. UDF സ്ഥാനാർത്ഥി സേനാപതി വേണു ഇന്ന് നെടുങ്കണ്ടം കേന്ദ്രീകരിച്ചാണ് പ്രചരണം നടത്തിയത്. ഇതിനോടൊപ്പം തന്നെ ഇരട്ടയാർ, പാമ്പാടുംപാറ, മുണ്ടിയേരുമ, നെടുങ്കണ്ടം മണ്ഡലം കൺവെൻഷനുകളിലും അദ്ദേഹം പങ്കെടുത്തു. വൈകിട്ട് നിയോജക മണ്ഡലം കൺവെൻഷനും നെടുങ്കണ്ടത്ത് വെച്ച് നടന്നു. UDF കൺവീനർ അടൂർ പ്രകാശാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെ കൺവെൻഷനിൽ പങ്കെടുത്തു. മണ്ഡലത്തിന്റെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് കൺവെൻഷന്റെ ഭാഗമായത്. 28-നാണ് സേനാപതി വേണുവിന്റെ മണ്ഡലം സ്വീകരണ പ്രചരണം ആരംഭിക്കുന്നത്. NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഇന്ന് രാജാക്കാട് കേന്ദ്രീകരിച്ചാണ് പ്രചരണം നടത്തിയത്. ടൗണിലെ വ്യാപാരികളെയും ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളെയും തോട്ടം തൊഴിലാളികളെയും ഒക്കെ നേരിട്ട് കണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. ഇത്തവണ മണ്ഡലത്തിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസം സംഗീത പങ്കുവച്ചു. NDA-യുടെ ജില്ലാ മണ്ഡലം നേതാക്കൾ എല്ലാവരും തന്നെ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. അടുത്ത ദിവസം നിയോജക മണ്ഡലം കൺവെൻഷൻ പൂർത്തീകരിച്ച് സ്വീകരണ പര്യടന പരിപാടികളിലേക്ക് കടക്കുവാനാണ് ലക്ഷ്യം വെക്കുന്നത്. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.